നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് മാത്രമാണ്. അതിൽ രാഷ്ട്രീയം കലരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ നേട്ടങ്ങളും കേരളത്തിൻ്റെ നേട്ടങ്ങളും ഒരുപോലെ പറയാനാകുന്നത്. രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങളെ ഡാറ്റയുടെ പിന്തുണയോടെ സംസാരിക്കുമ്പോൾ ഞാൻ കേന്ദ്രത്തിൻ്റെ ആളാണെന്ന് പറയും. പുതിയ കേരള സർക്കാർ അധികാരമേറ്റപ്പോൾ അതേക്കുറിച്ച് ചെയ്ത വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരിയായി. വിഴിഞ്ഞം പദ്ധതിയിൽ രാഷ്ട്രീയം കലർത്താതെ ആ പ്രൊജക്റ്റിനെ കേരളത്തിൻ്റെ ആകെ വികസന എഞ്ചിനാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദാനിക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് പറയും. പറയുന്ന കാര്യങ്ങളിലെ വസ്തുതാപരമായ നേട്ടങ്ങളെ തള്ളിക്കളയാനാകാതെ വരുമ്പോൾ ചിലർ ആക്ഷേപകരമായ കമൻറ്റുകൾ കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചില കമൻറ്റുകൾ മാന്യത ലംഘിക്കും വിധം അങ്ങേയറ്റം മ്ലേച്ഛമാകുമ്പോൾ ചാനൽ ഐ ആം ഡിജിറ്റൽ ടീം അത് ഹൈഡ് ചെയ്ത് മാറ്റും. കാരണം ഒരു പൊതു ഇടത്തിൽ കാണിക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം വ്യക്തിഹത്യയാണ്. അതേസമയം ആധികാരികവും അഭിമാനവും പങ്കുവെക്കുന്ന ആയിരക്കണക്കിന് കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിനും. അതാണ് എൻ്റെ ഊർജവും. രാഷ്ട്രീയമോ മതപരമോ ആയ പക്ഷം പിടിക്കാതെ സ്വന്തം നാടിൻ്റെ വികസനവും ഉയർച്ചയും പോസിറ്റീവായ മാറ്റവും എൻ്റെ യുക്തിക്കും ബോധ്യത്തിനും അനുസരിച്ച് സംസാരിക്കാനാകുന്നത് ഒരു പക്ഷത്തിൻ്റെയും പങ്ക് പറ്റാത്തതുകൊണ്ടാണ്. അത് അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവായ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം. നാളെയുടെ ഇന്ത്യയെ നിർമ്മിക്കാം. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ വിദേശ യാത്രകളെ പലരും വിമർശിച്ചു. ഇത്ര യാത്ര എന്തിന്? ഇതിൻ്റെ നേട്ടമെന്ത്? ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ എന്താണ് ലഭിച്ചത് എന്നൊക്കെ. പക്ഷേ 10 വർഷങ്ങൾക്കിപ്പുറം ചില കണക്കുകൾ തുറന്നു നോക്കുമ്പോൾ ചോദ്യങ്ങൾ അപ്രസക്തമാവുകയും അസാധാരണമായ ചില ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഉത്തരത്തിന് വേണ്ടിയല്ല പലരും ഇക്കാര്യം എടുത്തിടുന്നത് എന്നൊക്കെ വേറെ കാര്യം. 2014 മെയ് 26 ശേഷം പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളുടെ ഔദ്യോഗിക പട്ടിക പ്രകാരം 2026 ജൂൺ വരെ 101 വിദേശയാത്രകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2014 മുതൽ 2019 വരെ 58 യാത്രകളും 2021 മുതൽ 26 ജൂൺ വരെ 43 യാത്രകളും അതിനുശേഷം 2026 ജൂലൈയിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനങ്ങളും നടന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കഥ യാത്രകളുടെ എണ്ണത്തിലാണോ? അല്ല, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ സ്വഭാവം മാറിയതിലാണ്. ഒരു കാലത്ത് ഇന്ത്യ ലോകവേദിയിൽ നോൺ അലൈൻഡ് ശക്തിയായിരുന്നു. ഇന്ന് ഇന്ത്യ മൾട്ടി അലൈൻഡ് ശക്തിയാണ്. ഗൾഫിനെ സാമ്പത്തിക പാലമാക്കുന്നു, റഷ്യയോടും ബന്ധം നിലനിർത്തുന്നു, അമേരിക്കയോടും സംസാരിക്കുന്നു, യൂറോപ്പുമായി വ്യാപാരം കൂട്ടുന്നു, ആഫ്രിക്കയെ വികസന പങ്കാളിയാക്കുന്നു, ആസിയാനെ സുരക്ഷാ വ്യാപാര കൂട്ടാളിയാക്കുന്നു, ഇസ്രായേലിൽ നിന്ന് ടെക്നോളജി എടുക്കുന്നു, ഫ്രാൻസുമായി പ്രതിരോധം ആഴപ്പെടുത്തുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് യുറേനിയവും ക്രിറ്റിക്കൽ മിനറൽസും തേടുന്നു. ഇത് ടൂറിസമല്ല, ഇതൊരു രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷനിങ് ആണ്. ആദ്യ സന്ദർശനം ഭൂട്ടാനിലേക്കായിരുന്നു. അതൊരു സന്ദേശമായിരുന്നു, ഇന്ത്യയുടെ വികസനം അതിർത്തിയിൽ തുടങ്ങുന്നുവെന്ന്. പിന്നീട് നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്, മൗറീഷ്യസ്, സീഷെൽസ്. ഇന്ത്യ സമുദ്രത്തെയും അയൽ രാജ്യങ്ങളെയും വീണ്ടും നമ്മുടെ ഫോറിൻ പോളിസിയുടെ കേന്ദ്രത്തിലാക്കി. ഇത് നെയ്ബർഹുഡ് ഫസ്റ്റ് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സുരക്ഷാ വളയം പുനർനിർമ്മിക്കാനായിരുന്നു. ബംഗ്ലാദേശുമായുള്ള ബന്ധം നോക്കൂ. ലാൻഡ് ബൗണ്ടറി കരാർ, കണക്ടിവിറ്റി, വൈദ്യുതി, റെയിൽ, റോഡ്, ജലപാത വടക്ക് കിഴക്കൻ ഇന്ത്യക്ക് പുതിയ വാതിലുകൾ തുറന്നു. ഗൾഫിലേക്ക് നോക്കൂ. UAE, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്. ഒരു കാലത്ത് എണ്ണയും പ്രവാസികളും മാത്രമായിരുന്ന ബന്ധം ഇന്ന് ഇൻവെസ്റ്റ്മെന്റ്, ഫിൻടെക്, ഫുഡ് സെക്യൂരിറ്റി, ലോജിസ്റ്റിക്സ്, സ്പേസ്, ഡിഫൻസ്, AI, പോർട്സ്, റിന്യൂവബിൾ എനർജി എന്നിവയിലേക്ക് മാറി. ഗൾഫിന് വിശ്വസിക്കാവുന്ന പങ്കാളിയായി. ഇന്ത്യയുടെ ഡിജിറ്റൽ ടെക്കും ആയുധവും പുതിയ എനർജി സാധ്യതകളും അവരെ വാങ്ങാൻ പ്രേരിപ്പിച്ചു. ഒപ്പം ട്രേഡ് ഡീലുകളും. ഇന്ത്യ UAE കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അതിൻ്റെ വലിയ ഉദാഹരണമാണ്. CEPAയ്ക്ക് ശേഷം ഇന്ത്യയുടെ UAEയിലേക്കുള്ള കയറ്റുമതി $28 ബില്യൺ നിന്നും $31.3 ബില്യൺ ഉയർന്നു. ഇത് വെറും ട്രേഡ് നമ്പറല്ല. ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ ജ്വല്ലറി, ഫുഡ് പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, സ്റ്റാർട്ടപ്പുകൾ, സർവീസ് കമ്പനികൾ ഇവയ്ക്ക് ഗൾഫ് ഒരു വലിയ ഗേറ്റ്വേ ആയി മാറുന്നു. ഓസ്ട്രേലിയയുമായുള്ള എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് നോക്കൂ.
ഇന്ത്യയുടെ ഓസ്ട്രേലിയയ്ക്കുള്ള കയറ്റുമതി 2020-21 $4 ബില്യൺ ആയിരുന്നു. 2024-25 $8.5 ബില്യൺ അതായത് ഇരട്ടിയിലധികം. ഇതിന്റെ നേട്ടം ആർക്കാണ്? ഇന്ത്യൻ ഫാർമ, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ്, ജെംസ് ആൻഡ് ജ്വല്ലറി, IT സർവീസസ്, സ്റ്റുഡൻസ്, സ്കിൽ പ്രൊഫഷണൽസ് എല്ലാം ഈ കരാറിന്റെ ഭാഗമാണ്. ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ പ്രകാരമുള്ള ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അതിലും വ്യത്യസ്തമാണ്. സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഐസ്ലാൻഡ് എന്നിവയുമായുള്ള ഈ കരാറിൽ 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റും 10 ലക്ഷം ഡയറക്റ്റ് ജോബ്സും ലക്ഷ്യമിടുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയുടെ FTA ചരിത്രത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് കമ്മിറ്റ്മെന്റ് എന്നത് അപൂർവമാണ്. അതാണ് ഈ എഗ്രിമെന്റ് സാധ്യമാക്കുന്നതെന്ന് ചുരുക്കം. ഇനി ഡിഫൻസിലേക്ക് വരാം. ഒരിക്കൽ ഇന്ത്യ ലോകത്തിലെ വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് വിൽക്കുന്ന രാജ്യമായി മാറുകയാണെന്നറിയാമല്ലോ. 2013-14 ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്സ് 686 കോടിയായിരുന്നുവെങ്കിൽ 2025-26 അത് 38,424 കോടിയായി ഉയർന്നു. 12 വർഷത്തിൽ 5500% വളർച്ച. ഇത് പ്രധാനമന്ത്രിയുടെ ഫോറിൻ വിസിറ്റിന്റെ നേർ റിസൾട്ടാണ്. ഓരോ സ്ട്രാറ്റജിക് വിസിറ്റും ഡിഫൻസ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഓരോ ജോയിന്റ് എക്സസൈസും, ഓരോ ടെക്നോളജി ഡയലോഗും, ഓരോ ലീഡർ ലെവൽ മീറ്റിംഗും ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് പുതിയ ക്രെഡിബിലിറ്റി നൽകുന്നു. അതിന്റെ റിസൾട്ടാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങി. ഇപ്പോൾ ഇന്തോനേഷ്യ ബ്രഹ്മോസ് അസ്ത്ര മിസൈൽസ് വാങ്ങാൻ നീങ്ങുന്നു. ഇതൊരു മിസൈൽ സെയിൽസ് അല്ല, ഇത് ആസിയാൻ വിപണിയിൽ ഇന്ത്യൻ ഡിഫൻസ് എന്ന കരുത്തുള്ള ബ്രാൻഡിന്റെ എൻട്രിയാണ്. ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ വിദേശ നയം നോക്കൂ. UPI ഇന്ന് UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൗറീഷ്യസ്, ഖത്തർ എന്നിവ ഉൾപ്പെടെ 10ഓളം രാജ്യങ്ങളിൽ ലൈവാണെന്ന് അറിയാമല്ലോ. ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിന് സോഫ്റ്റ്വെയർ സർവീസ് വിറ്റു. ഇന്ന് ഇന്ത്യ ലോകത്തിന് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ തന്നെ വിൽക്കുന്നു. ആധാർ, UPI, ഡിജി ലോക്കർ, കോവിൻ, ONDC ഇവ വെറും ആപ്പുകളല്ല, ഇവ ഗവേണൻസ് എക്സ്പോർട്ട് മോഡലാണ്. പല ഭാഷകളിലും പല സംസ്ഥാനങ്ങളിലുമായി പരന്നു കിടക്കുന്ന 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നടപ്പാക്കി വിജയിച്ചത് ഏത് രാജ്യത്തിനാണ് ചേരാതിരിക്കുക? ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ മറ്റൊരു വലിയ നേട്ടം ക്രിട്ടിക്കൽ ടെക്നോളജിയാണ്. അമേരിക്കയുമായുള്ള സെമി കണ്ടക്ടർ കോർപ്പറേഷൻ, സ്പേസ് കോർപ്പറേഷൻ, ഡിഫൻസ് ടെക്നോളജി കോർപ്പറേഷൻ ഇവയുടെ പിന്നിൽ വർഷങ്ങളായുള്ള ലീഡർ ലെവൽ ട്രസ്റ്റാണുള്ളത്. GE F-01 ജെറ്റ് എഞ്ചിന്റെ കോ പ്രൊഡക്ഷൻ പോലുള്ള സ്ട്രാറ്റജിക് ടെക്നോളജി ട്രാൻസ്ഫർ ചർച്ചകൾ ഇന്ത്യയുടെ ഡിഫൻസ് ഏവിയേഷൻ എക്കോസിസ്റ്റത്തിന് വലിയ ഭാവി തുറക്കുന്നു. അതിന്റെ വ്യാപ്തി കാണണോ? ഫ്രാൻസുമായി റഫേൽ, സ്പേസ്, ന്യൂക്ലിയർ, ഇൻഡോ പസഫിക് കോർപ്പറേഷൻ, റഷ്യയുമായി ഫ്യൂവൽ, എനർജി, ഡിഫൻസ്, സ്പേസ് കണ്ടിന്യൂറ്റി, അമേരിക്കയുമായി ടെക്നോളജി ആൻഡ് ഡിഫൻസ്, ജപ്പാനുമായി ബുള്ളറ്റ് ട്രെയിൻ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, ഓസ്ട്രേലിയയുമായി ക്രിട്ടിക്കൽ മിനറൽസ്, എഡ്യൂക്കേഷൻ, എനർജി, UAE-യുമായി കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്, സാമ്പത്തിക ഇടനാഴി, ഫിൻടെക്, പോർട്സ്, സൗദിയുമായി എനർജി സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്, ഇസ്രായേലുമായി അഗ്രികൾച്ചർ ടെക്, വാട്ടർ ടെക്, ഡിഫൻസ് ടെക്, ആഫ്രിക്കയുമായി ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ്, ഫാർമ, ഡിജിറ്റൽ, സോളാർ. ഇതാണ് പുതിയ ഇന്ത്യയുടെ ഡിപ്ലോമസി. ഇപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നോക്കൂ. 2023 G20 സമ്മിറ്റിൽ ഇന്ത്യ, EU, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സൗദി അറേബ്യ, UAE, US എന്നിവർ ചേർന്ന് ധാരണ പ്രഖ്യാപിച്ചു. ഈ കോറിഡോർ ഇന്ത്യയെ ഗൾഫ് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നു. ഷിപ്പ്, റെയിൽ, റോഡ് നെറ്റ്വർക്കായി രൂപകൽപ്പന ചെയ്തതാണിത്. ഇത് നടപ്പായാൽ ഇന്ത്യയുടെ പോർട്സ്, ലോജിസ്റ്റിക് കമ്പനീസ്, ഷിപ്പിംഗ്, റെയിൽ ലിങ്ക്ഡ് ഇൻഡസ്ട്രിയൽ സോൺസ്, എക്സ്പോർട്ടേഴ്സ് ഇവയ്ക്ക് യൂറോപ്പിലേക്ക് പുതിയ റൂട്ട് ലഭിക്കും. അതുകൊണ്ടാണ് വാധവാൻ പോലെയുള്ള മെഗാ തുറമുഖങ്ങൾ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പ്രാധാന്യമുള്ളതായി മാറുന്നത്. ഇന്ത്യ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ മാത്രമല്ല, ഏഷ്യ യൂറോപ്പ് സപ്ലൈ ചെയിനിൽ ഒരു കണ്ണിയാകാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളുടെ വലിയ ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കാണണം. വിദേശത്തൊപ്പിടുന്ന കരാറുകൾ ഇന്ത്യയിലെ ഫാക്ടറികളിൽ ജോലി സൃഷ്ടിക്കുന്നു. വിദേശത്ത് നടക്കുന്ന ഡിഫൻസ് ഡയലോഗുകളിൽ ഇന്ത്യയിലെ MSMEകൾക്ക് കമ്പോണന്റ് ഓർഡേഴ്സ് കിട്ടുന്നു. വിദേശത്ത് നടക്കുന്ന ട്രേഡ് എഗ്രിമെന്റുകൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വിദേശ മാർക്കറ്റിലേക്ക് എൻട്രി ഉറപ്പാക്കുന്നു. വിദേശത്ത് നടക്കുന്ന എനർജി എഗ്രിമെന്റ് നമ്മുടെ വീട്ടിലെ വൈദ്യുതി സുരക്ഷ ഉറപ്പാക്കുന്നു. വിദേശത്ത് നടക്കുന്ന ക്രിട്ടിക്കൽ മിനറൽ എഗ്രിമെന്റ് ഇന്ത്യയിലെ EV ബാറ്ററി വിതരണത്തെ ശക്തമാക്കുന്നു. ഓസ്ട്രേലിയയുമായുള്ള പുതിയ യുറേനിയം എഗ്രിമെന്റ് നോക്കൂ. ഓസ്ട്രേലിയ ഇന്ത്യ എഗ്രിമെന്റ് ഇന്ത്യയുടെ 2047 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജി ലക്ഷ്യത്തിന് സഹായകരമാകുമെന്ന് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇതൊരു ഫ്യൂവൽ ഡീൽ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ എനർജി ഇൻഡിപെൻഡൻസ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതാണ്. ഇന്ത്യ ഇന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നു, കോൾ ഉപയോഗിക്കുന്നു. എന്നാൽ 2047 ക്ലീൻ എനർജി, ന്യൂക്ലിയർ, ഗ്രീൻ ഹൈഡ്രജൻ, സോളാർ, ക്രിട്ടിക്കൽ മിനറൽസ് ഇവയിൽ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം പൂർണ്ണമാകില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയുടെ റിയൽ ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി എത്ര രാജ്യത്തേക്ക് പോയി എന്നല്ല, ശരിയായ ചോദ്യം എന്നത് ആ യാത്രകൾ ഇന്ത്യയുടെ ഭാവിയെ എത്ര വർഷം മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ്. കാരണം ഓരോ വിദേശയാത്രകളും നമ്മുടെ നാട്ടിലെ സംരംഭകർക്കും MSMEകൾക്കും ഡിഫൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഇൻഫ്രാസ്ട്രക്ചറിനും ഇന്നൊവേഷനും വേണ്ടിയാണ്. ആലപ്പുഴയിലെയും കൊച്ചിയിലെയും കണ്ണൂരിലെയും ഉൾപ്പെടെ ഇന്ത്യൻ MSMEകൾ ഒരു ദിവസം ഗൾഫിലേക്ക് ഫുഡ് പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ഉൾപ്പെടെ രാജ്യത്തെ ഒരു ഡിഫൻസ് സ്റ്റാർട്ടപ്പ് ഒരു ഫോറിൻ മിലിറ്ററി എക്സ്പോയിൽ ഓർഡർ നേടുമ്പോൾ അതിനു പിന്നിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ടാകും. നമ്മുടെ ഒരു വിദ്യാർത്ഥി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ അതിനു പിന്നിൽ മൊബിലിറ്റി എഗ്രിമെൻ്റ് ഉണ്ടാകും. ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് പാരീസിൽ പോയി അവിടെ UPI ഉപയോഗിക്കുമ്പോൾ അതിനു പിന്നിൽ ഡിജിറ്റൽ ഡിപ്ലോമസി ഉണ്ടാകും. ഒരു ഇന്ത്യൻ ഫാർമ കമ്പനി ആഫ്രിക്കയിൽ മരുന്നെത്തിക്കുമ്പോൾ അതിനു പിന്നിൽ ഡെവലപ്മെൻറ്റ് ഡിപ്ലോമസി ഉണ്ടാകും. ഇതാണ് ഈ ദശകത്തിലെ വലിയ മാറ്റം. ഇന്ത്യ ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളിനി ചീപ്പ് ലേബർ മാർക്കറ്റല്ല, ഞങ്ങൾ IT ഒള്ളി ബാക്ക് ഓഫീസുമല്ല, ഞങ്ങൾ ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ബേസാണ്, ഞങ്ങൾ ഡിജിറ്റൽ ഗവേണൻസ് മോഡലാണ്, ഞങ്ങൾ ഡിഫൻസ് എക്സ്പോർട്ടറാണ്, ഞങ്ങൾ ഫാർമ സപ്ലയറാണ്, ഞങ്ങൾ ഗ്രീൻ എനർജി പാർട്ട്ണറാണ്, ഞങ്ങൾ ട്രസ്റ്റഡ് ഡെമോക്രസിയാണ്, ഞങ്ങളെ ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവായി കാണേണ്ട, ഞങ്ങൾ യുണീക്കായ ഇന്ത്യ മോഡലാണ്. ഒരു പ്രധാനമന്ത്രിയുടെ യാത്രകൾ കൊണ്ട് മാത്രം ഒരു രാജ്യം മാറില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ആംബിഷൻ ലോകത്തെ അറിയിക്കാൻ പവർഫുള്ളായ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റൽ ബിൽഡ് ചെയ്തത് 100-ലധികം വിദേശ യാത്രകളിലാണ്. 2014 ഇന്ത്യയെ ലോകം നോക്കിയത് മാർക്കറ്റായിട്ടാണ്. 2026 ഇന്ത്യയെ ലോകം നോക്കുന്നത് പാർട്ട്ണറായിട്ടാണ്. 2047 ഇന്ത്യയെ ലോകം നോക്കേണ്ടത് പവറായിട്ടായിരിക്കണം. കൗതുകം ലേശം കൂടിയതുകൊണ്ട് ലോകത്തെ കാണാൻ പോയതല്ല, ലോകത്തോട് പറയാൻ പോയതാണ്. നിങ്ങൾക്ക് സപ്ലൈ ചെയിൻ വേണമെങ്കിൽ ഇന്ത്യയുണ്ട്, നിങ്ങൾക്ക് ഡിജിറ്റൽ ഫ്യൂച്ചർ വേണമെങ്കിൽ ഇന്ത്യയുണ്ട്, നിങ്ങൾക്ക് എനർജി ട്രാൻസിഷൻ വേണമെങ്കിൽ ഇന്ത്യയുണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റഡ് പാർട്ട്ണർ വേണമെങ്കിൽ ഇന്ത്യയുണ്ട്, നിങ്ങൾക്ക് നെക്സ്റ്റ് ഗ്രോത്ത് സ്റ്റോറി വേണമെങ്കിൽ ഇന്ത്യ തന്നെയാണ്. ടെയിലൻഡ് ഇതാണ്. പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശ യാത്രകളും കഴിയുമ്പോൾ ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയം, PMO, വാണിജ്യ മന്ത്രാലയം, ധനമന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ഊർജ്ജ മന്ത്രാലയം തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും കരാറുകളുടെ എക്സിക്യൂഷൻ ആരംഭിക്കും. ഓരോ ധാരണാപത്രത്തിനും, ഓരോ വ്യാപാര കരാറിനും, ഓരോ നിക്ഷേപ പ്രഖ്യാപനത്തിനും ഉത്തരവാദിത്തമുള്ള മന്ത്രാലയവും സമയപരിധിയും നിശ്ചയിക്കും. തുടർന്ന് അതിൻ്റെ പുരോഗതി സ്ഥിരമായി വിലയിരുത്തപ്പെടും. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളും ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. മുമ്പും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കാം. അതിനുത്തരം, കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ വിദേശ നയത്തെ സാമ്പത്തിക വളർച്ച, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, അടിസ്ഥാന സൗകര്യം, സ്റ്റാർട്ടപ്പുകൾ, ആഗോള വിതരണ ശൃംഖലകൾ എന്നിവയുമായി നേരിട്ട് ബന്ധിപ്പിച്ച സമീപനമാണ്. ഇന്ന് ഒരു വിദേശ സന്ദർശനത്തിൻ്റെ വിജയം എത്ര നിക്ഷേപം വന്നു, എത്ര തൊഴിൽ സൃഷ്ടിച്ചു, എത്ര കയറ്റുമതി വർദ്ധിച്ചു, ഇന്ത്യൻ കമ്പനികൾക്ക് എത്ര പുതിയ വിപണി ലഭിച്ചു എന്നതിലൂടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക നേതാക്കളുമായി കൈകോർക്കുന്ന നിമിഷങ്ങൾ ക്യാമറയിൽ അവസാനിക്കുകയല്ല, അവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ യഥാർത്ഥ കഥ ഡൽഹിയിലെ ഫയലുകളിലും മന്ത്രാലയങ്ങളിലെ യോഗങ്ങളിലും എംബസികളുടെ ഇടപെടലിലും ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങളിലുമാണ് തുടർന്നെഴുതപ്പെടുന്നത്. ഒരു വിജയകരമായ വിദേശ സന്ദർശനം അവസാനിക്കുന്നില്ല, അത് ഇന്ത്യയുടെ അടുത്ത വികസന അധ്യായത്തിന് തുടക്കമിടുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താങ്ക് യു ഫോർ വാച്ചിങ് ചാനലായ. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി ഡെവലപ്മെൻറ്റ് ന്യൂസിനായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുക.